ഹലോ. ഇത് വേണു വൈദ്യരല്ലേ? അതെ. ഞാൻ രാഖി. നീ രാഖിയാ? എന്റെ ആ പേരാണ് രാഖി. ആ. ആ, എന്താ വിളിച്ചേ? അത് എനക്കാവുന്നില്ല വൈദ്യരെ. എനിക്ക് ആകുന്നില്ലേ? എന്തെന്നാകുന്നു? കുട്ടികള് ആകുന്നില്ല. ഓ, കുട്ടികളാകുന്നില്ലാന്നാ? എടോ, അതിനിപ്പോ ഞാനതൊന്നും ചെയ്യാനാ? അപ്പുറത്തെ വീട്ടിലെ ജാനുവേച്ചി പറഞ്ഞു, ജാനുവേച്ചിന്റെ ആ, മോള വൈദ്യരെ കാണിച്ചിട്ട് കുട്ടികളായിന്ന്. ഏത്? ആ ആ, മനസ്സിലായി മനസ്സിലായി. ഉം. മനസ്സിലായില്ലേ? ആ ആ, അതെന്നെ കാണിച്ചിട്ടുണ്ടേ അതിനത്. അതുകൊണ്ട് ഞാൻ വിളിച്ചതാ. ആ, പിന്നെന്താ വേണ്ട എനിക്ക്? അല്ല, കുട്ടികളാകാൻ എന്തെങ്കിലും മരുന്നുണ്ടോന്ന് അറിയാൻ. കുട്ടികളാകാൻ മരുന്നെല്ലാം ഉണ്ടോട്ടെ. എത്രയായി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5-8 കൊല്ലം. കിട്ടുമല്ലേ? ആ എന്നിട്ട് ഇതുവരെ ആരും കാണിച്ചിട്ടൊന്നുമില്ലേ? കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ നിന്റെ ജാനുവാർത്തിന്റെ മോളെ കാര്യം ഞാൻ നോക്കി ചെടിയിലെ കൊണ്ട് കാണിച്ച് ഡോക്ടർമാരെ ഒഴിവാക്കിയതിനു ശേഷം ഇങ്ങോട്ട് വന്നതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള മരുന്ന് കൊടുത്ത് അങ്ങനെയൊക്കെ ആയതാണ്. അല്ല, അപ്പൊ എനക്ക് കാണിച്ചാലും ആവൂലേ? എനിക്ക് കാണിച്ചാരും കാണിച്ചിട്ടില്ല. ഇല്ല, അതെന്തേന്നു? ഇതൊന്നുമില്ല. പിന്നെ അല്ല, ആവും നിന്റെ ആവും വിചാരിച്ചു നിന്നു. ആവുന്ന് ചോദിച്ചിട്ട് നിൽക്കാനാ ആ, ഇതെന്തെന്ന്? അതെല്ലോ ആവോ ഇല്ലയോ ഒരു സമയം തന്നെ അറിയില്ലേ? ആവോ ഇല്ലയോ എന്ന് അതൊന്നും മനസ്സിലായിട്ടില്ല. ഇതൊന്നും അറിയില്ലേനു. അറിയില്ലേ? പിന്നെ എന്തേലും അറിയാ? അല്ല, നിന്റെ ഭർത്താവ് ഇവിടെ നാട്ടിലുണ്ടോ? നാട്ടിലുണ്ട്. അവൻ പുറത്ത് ഗൾഫിലൊന്നും പോയിട്ടില്ലല്ലോ? ഇല്ല, നാട്ടിൽ തന്നെയാണ്. പിന്നെ പ്രശ്നം? പ്രശ്നമൊന്നും അറിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് കുട്ടികളാകുക പറഞ്ഞാല് കല്യാണം കഴിച്ചാലൊന്നും കുട്ടികളുണ്ടാവില്ല കേട്ടോ. ആ ആ, അതിന് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്യലുണ്ടോ? അതെല്ലാം ചെയ്യലുണ്ട്. അതെയാ? എപ്പാ ചെയ്യല്? ഇത് രാത്രി. രാത്രി? രാത്രി നല്ലതല്ല. രാത്രി പകലങ്ങൾ എപ്പം വേണമെങ്കിലും ചെയ്യും. അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ രാത്രി ഏതെല്ലാം സമയത്താന്ന് എന്നാ ചോദിച്ചത്. രാത്രി ഒരിക്ക പിന്നെ കിടന്നാല്. ഒരിക്കൽ കിടന്നാൽ പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാ പിന്നെ? പിന്നെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് തോന്നുമ്പോ. ഓന് തോന്നണ്ടേ? നമുക്ക് തോന്നുമ്പോ ചെയ്യും. അത് ശരി. എനിക്ക് ഇതിന്റെ മറ്റേ സംഭവം കൃത്യമായിട്ട് പോകുന്നില്ലേ? അതെല്ലാം പോകുന്നുണ്ട്. ഏതാണ്? ഏ ഏതാണ് നിങ്ങൾ ചെയ്യുമ്പോ പോന്നെയല്ല ചോദിച്ചേ. അതല്ല, പിന്നെ അവിടെ മാസത്തിൽ ഉള്ളതെല്ലാം പോകുന്നുണ്ടോ കൃത്യമായിട്ട്? അതെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. കൃത്യമായിട്ട് പോകുന്നുണ്ടോ? ആ അത് കഴിഞ്ഞിട്ട് 9ാമത്തെ ദിവസം ചെയ്യലുണ്ടോ? അതെണ്ണലൊന്നുമില്ല. അതെല്ലാം എണ്ണണം. എണ്ണീറ്റ് അല്ലാണ്ടിത് കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ പാഞ്ഞിങ്ങി വരുമൊന്നുമില്ല കേട്ടോ. അതല്ല വൈദ്യരെ, നമുക്ക് അറിയണ്ടേ. അതെല്ലാം അറിയണ്ടേ? പിന്നെ വെറുതെ മംഗളം കഴിക്കാതായിരിക്കും അറിയാതെ. ഒരു കാര്യം ചെയ്യും, ഇത് ഒന്നും പരിശോധിച്ചിട്ടൊന്നുമില്ല? പരിശോധിച്ചത് ഇല്ല, ഒന്നും നോക്കിയിട്ടില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭർത്താവിനെയും കൂട്ടിട്ട് നീ സൗകര്യം പോലെ ഇങ്ങോട്ട് വാ. നാളെ വരാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ വാ. അതെ, അവരോട് പറയണോ? വരൂലേ? അത് നോക്കണം, ഞാൻ പറഞ്ഞു നോക്കട്ടെ. അല്ല, ഈ കൗണ്ടെല്ലാം കൃത്യമായിട്ട് അറിയാ? കൗണ്ട അതൊന്നും എടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അറിയില്ല? ഇല്ല. ഇത് ഇങ്ങനെ ചെയ്യുമ്പോ എന്തെങ്കിലും വരുത്തുണ്ടോ അവന്റെ ഉള്ളിന്നല്ലോ? അതെല്ലാം ഉണ്ട്. നോക്കിയാ നീ? അത് നമുക്ക് മനസ്സിലാവൂലേടോ വൈദ്യരെ. മനസ്സിലാവുക? അതിന്റെ അകത്തൊന്ന് ഇത് വന്നാ പോലെ. അതിന്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് പരിശോധിക്കണം. കൊണ്ടുപോയിട്ട് ലാബിലെല്ലാം പോയിട്ട് പരിശോധിച്ചാലാണ് ഇതെത്രയുണ്ട് നല്ല തന്നെയാണോ എല്ലാം അറിയുള്ളൂ കേട്ടോ. അതിന് ഓനും കൂടി വന്നിട്ടാകുമ്പോ ഞാൻ പറയൂ, എന്നാലേ നോക്കാൻ പറ്റൂ. പിന്നെ ഓൻ വരുവോ അല്ലെ വരൂലേ? ഞാൻ മനുഷ്യൻ വരുവോന്നറിയില്ല. എന്താ ഓന് വേണ്ട ഇത്? അതല്ല, ഇങ്ങനെ ഇതെല്ലാം നോക്കണ്ടിക്കല്. പിന്നെ ഞാൻ വിചാരിച്ചാൽ മാത്രം കുട്ടികളുണ്ടാവുക? അല്ല, ജാനുവേച്ചി പറഞ്ഞാലും ഞാൻ വിചാരിച്ച് ഞാനിതൊന്നും കൊടുത്ത് വെച്ച് തന്നിട്ട് ആക്കുന്നതാണ്.
അല്ല വൈദ്യരെടുക്ക കാണിച്ചാലാവും എന്തെങ്കിലും മരുന്ന് കുടിച്ചാല് വിചാരിച്ചു. എടോ മരുന്നുണ്ട്, മരുന്ന് എന്തെങ്കിലും മരുന്നല്ല, അതിന് കണക്കായ നോക്കിയിട്ട് വേണം മരുന്ന് തരാം. ഞാൻ കഷായവും പിന്നെ കുറച്ച് ആയുർവേദ ഗുളികയെല്ലാം തരുക. പിന്നെ ഇത് 31 അല്ലെ 41 അത് നെയ്യ് ഇങ്ങനെ സേവിക്കണം. ആര്? നെയ്യ് ശരി ഞാനാ അല്ല നീ ഞാൻ. സേവിക്കണം. ആ ആ പിന്നെ എന്റെ കെട്ടിയോനോ ഓനെയും നോക്കിയിട്ട് ഓന് കണക്കായ മരുന്ന് ഓനും കൊടുക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ പരിശോധിക്കണം. അതെ. അറിയാവോ എന്നാ പരിശോധിക്കണ്ടെന്ന്? അല്ല വൈദ്യരിപ്പം പറഞ്ഞ സാധനല്ലേ? ഇപ്പം പറഞ്ഞ സാധനം എന്ത് സാധനം? അതിന്റെ ഉള്ളിൽ നിന്ന് ഓനൊരു സാധനം വരാനുണ്ട്. ആ സാധനം പരിശോധിക്കണം. അതിനിപ്പം അതെങ്ങനെ ആ. എടുക്കുക അയാള്? അതെങ്ങനെ എടുക്കുവാന്ന് പറഞ്ഞാൽ അയാളോട് എടുക്കാൻ പറയണം. മംഗലം കഴിക്കുന്നതിന് മുന്നേ എന്നാ ചെയ്തെന്ന് ചോദിച്ചു നോക്കണം. അന്നേരം പറഞ്ഞത് ഇതെങ്ങനെ എടുക്കണ്ടത്. അല്ല വൈദ്യരെടുക്ക വന്നാല് എടുക്കാൻ പറ്റുമോ? അത് ഞാൻ എടുക്കാനാ? അല്ല അയാളെ കുട്ടി വന്നാല്? അതെങ്ങനെയാണോ ഞാൻ എടുക്കുക ഇത്? അത് നീ ഓനെടുക്കാൻ കഴിയില്ല, നീ ഓനെ സഹായിക്കോ എടുക്കാൻ? വെറും അതെങ്ങനെ എടുക്കേണ്ടത് എനിക്കറിയില്ല. അല്ല പിന്നെ നമ്മള് ഇങ്ങനെ ഉള്ളേരം എടുക്കുന്നത് പോലെയല്ലല്ലോ. ആ ഉള്ളേരെ എടുക്കും പോലെ തന്നെ അങ്ങ് ആക്കിയിട്ട് അങ്ങ് എടുത്താൽ മതി. അത് നീ എനിക്കിതൊന്നും അറിയാം. പിന്നീട് എനിക്ക് കുട്ടികളുണ്ടാകുന്നുണ്ട്. എങ്ങനെയാ 8 കൊല്ലായി മംഗലം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിതൊന്നും അറിയില്ലൂ. അങ്ങേരും കൂടി ശ്രദ്ധിക്കണ്ടേ? അങ്ങേരും കൂടി ശ്രദ്ധിക്കേണ്ടത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത്. ഇത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ലാബ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യിക്കണം. ഞാൻ പറഞ്ഞു എഴുതി തരും എങ്ങനെയാ വേണ്ടതെന്ന്. അന്നേരം അവൻ്റെ അകത്ത് നിന്ന് എത്രയുണ്ട് കൗണ്ട് മനസ്സിലാവും. അതിൻ്റെ അകത്തൊന്നും ഇല്ലേ പിന്നെ നീ എത്ര കാലം ഇട്ട് അടിച്ചാലും കുട്ടികളൊന്നും ഉണ്ടാവില്ല. അയ്യോ അപ്പൊ കൂടേണ്ട മരുന്നൊന്നും വൈദ്യരെടുക്കില്ലേ? അതിനല്ലേ പരിശോധിക്കണം എന്ന് പറയുന്നു. അല്ലാണ്ട് വെറുതെ രാത്രി നേരം വെളുക്കോളം കളിച്ചെന്ന് ചോദിച്ചിട്ട് കുട്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനുള്ളൊരു നേരവും കാലമൊക്കെ ഉണ്ട്. ആ സമയത്ത് കളിക്കണം. അല്ല ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് ഇതാക്കിയാല് ഉണ്ടാവുന്നല്ലേ വിചാരിക്കുന്നു. വെറുതെ ആക്കാനാ? വെറുതെ വെറുതെ ആക്കിയാലൊന്നും കുട്ടികൾ ഉണ്ടാവില്ല മോളെ കേട്ടാ. അപ്പോ നീ ഒരു കാര്യം ചെയ്യണ്ടെന്ന് വെച്ചാല് ആദ്യം ഓനുമായിട്ട് സംസാരിക്ക്. അല്ലാണ്ട് ജാനുവച്ചിന്റെ മോക്ക് കുട്ടിയുണ്ടായിന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തൊന്നുമല്ലോ. അവരിവിടെ വന്ന് ഈ പറഞ്ഞ പോലെ ഓനും വരാൻ വലിയ മടിയേന്. മനസ്സിലായേ? ലാസ്റ്റ് ആകുമ്പോ വന്ന് നോക്കുമ്പോ ഓന്റെ കൗണ്ടെല്ലാം നന്ന കുറവാ. അത് ചെയ്യാൻ 2 മാസത്തേക്ക് മരുന്ന് കൊടുത്തേരം ഇത് ബാണം പൊന്തുമ്പോൾ ഇത് ഒറ്റ കൂടുതലങ്ങ് കൂടി. ഓനേനും കുഴപ്പം. അത് കൂടുതലും 2 ദിവസം കൊണ്ട് സംഗതി നടന്നിന്. അത് ഇപ്പൊ 12 കൊല്ലാറ്റായി മംഗലം കഴിഞ്ഞിട്ടല്ലേ? അതെ. ഇന്റെ എത്രല്ലേ ആയിട്ടുള്ളൂ. സമാധാനായി. സമാധാനായി. അല്ല വൈദ്യരെ കാണിച്ചാല് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. മാറ്റം ഉണ്ടാവും. നീ ഓനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോവാ, എന്നിട്ട് നമുക്ക് നോക്കാം മാറ്റമല്ലോ. നീ അല്ല ഞാൻ ഇത് ശരിക്കും നീ ഓനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ല നടക്കും, പക്ഷെങ്കില് കുറച്ച് സ്വഭാവം കുറവാണ് ഒരു. അത് നീ ഒന്ന് മുൻകൈ എടുത്തിട്ടങ്ങ് ചെയ്താൽ മതി, എന്നാലും ശരിയാവും. എന്നിട്ട് അല്ല അപ്പൊ ഞാനെപ്പ വരേണ്ടത് വൈദ്യരെടുക്കാം? ഞാൻ പറഞ്ഞില്ലേ നീ നാളെ ഇങ്ങോട്ട് പോയി. എന്താ അവനെ കൂട്ടിയിട്ട് വരുവാ. നീ കൂട്ടിയിട്ടല്ലേ പിന്നെ നീ ഒറ്റക്ക് ഇങ്ങോട്ട് പോവാ. ഞാൻ നോക്കിയിട്ട് എനിക്ക് മാത്രം മരുന്ന് തരാം. എന്താ? അപ്പൊ അല്ല അങ്ങനെ ഇത് നോക്കണ്ടേ? ഏത് വൈദ്യര് പറഞ്ഞേ സാധനം കൗണ്ട്? അത് നോക്കണോ? അത് വന്നാലേ നോക്കാൻ പറ്റില്ല. എനിക്ക് നിന്റെ പിടിച്ചിട്ട് അവന്റെ കൗണ്ട് നോക്കാൻ പറ്റില്ലല്ലോ. ഇല്ല അത് പിന്നെ നിന്റെ ശരീരപ്രകൃതി നോക്കണം. നല്ല ഇതുള്ളിയാണെങ്കിൽ എനിക്കും മരുന്ന് തരേണ്ടി വരും. നെയ്യെല്ലാം സേവിക്കേണ്ടി വരും. എന്താ? ഒരു 3-4 മാസം മരുന്ന് കുടിക്കുമ്പോൾ ശരിയാവും. ചിലപ്പോ അതിന് മുമ്പ് ആവും, ചിലപ്പോ 3-4 മാസം കഴിയുമ്പോഴൊക്കെ ആവും. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് പോലെ പെട്ടെന്ന് കയറി പിടിക്കൊന്നുമില്ല, സമയം എടുക്കും കേട്ടാ. അതെ. അല്ല എത്ര മാസം കൊണ്ടാവൂലേ? ചിലപ്പോ വേഗമാവും, ചിലപ്പോ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. എന്താ? അങ്ങനെയാണെങ്കിൽ അവനോട് പറ. അല്ല അപ്പൊ ഞാൻ നാളെ എന്നാല് അങ്ങനോട് പറഞ്ഞിട്ട് കൂട്ടിട്ട് വരാം. അങ്ങനോട് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാ. ഇത് എത്ര വയസ്സുണ്ടാവും?
അനക്കാ ആ അനക്കൊരു 30 വയസ്സ്. പോവാനെത്രയാ? അത് 35. ആ നോക്കാം മതി. ആ ഇത്രയും കാലം ചെയ്ത പോലെ ഒന്നും പോരാ. പിന്നെ ഞാൻ പറയുന്ന സമയത്തെല്ലാം ചെയ്യണം കേട്ടോ. അത് വൈദ്യര് പറയുന്ന പോലെ ചെയ്യാം. പിന്നെ വാ.